ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ 10ാം ക്ലാസ്സിന് ശേഷമോ +2-ന് ശേഷമോ ഒക്കെ കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്നിട്ടുള്ള ധനനഷ്ടം, മാനഹാനി തുടങ്ങിയവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ വിളിച്ച് ഇത് ശരിയാണോ, ഇയാൾ ഇടാൻ പറഞ്ഞ ഈ സാധനമൊക്കെ ബോഡിയിൽ ഇടേണ്ടതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ഹെൽത്തിലൊക്കെ ഒരുപാട് കളികൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും വളരെ വൃത്തിയായി വാല്യുവേഷൻസിനും കമ്പനി വേറെ ആൾക്ക് കൊണ്ടുപോയി വിൽക്കുന്നതിനുമൊക്കെ പാവപ്പെട്ട കുട്ടികളെ ബലിയാടാക്കി നമ്പറുകൾ കൂട്ടി ഇതിന് റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോച്ചിങ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ടാത്ത മറ്റ് കാലിബറുള്ള കുട്ടികളെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് കമ്പനിയുടെയൊക്കെ വലിയ വിസ്തൃതിയും വ്യാപ്തിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ മാഫിയകൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നോർത്ത് ഇന്ത്യയിൽ പണ്ട് മുതലേയുള്ള ഇപ്പോൾ കേരളത്തിലേക്കും അതിൻ്റെ വേരുകൾ വ്യാപിച്ച് തുടങ്ങിയിരിക്കുന്ന വലിയ കാലത്താണ് നിങ്ങളുടെ കുട്ടിയൊക്കെ +1 +2-ന് ശേഷവും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷവും ഒക്കെ ഇത്തരം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ സെലക്ട് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ നിന്നൊരാൾക്ക് വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാവും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഓരോ ചോദ്യങ്ങളും മുഖത്ത് നോക്കി ചോദിച്ച് അതിന് വൃത്തിയായിട്ടുള്ള മറുപടികൾ ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. വളരെ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ടീച്ചേഴ്സ് നടത്തുന്ന, അതുപോലെ തന്നെ നല്ല മികച്ച ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ കോച്ചിങ്ങിനെതിരെ, എൻട്രൻസ് കോച്ചിങ്ങുകൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ കാര്യം, നോ സൂപ്പർ ബാച്ച് സിസ്റ്റം. സത്യത്തിൽ സ്ലൈഡ് ഉണ്ടാക്കിയപ്പം ചെറുതായിട്ട് എൻ്റെ അടുത്ത് പാളിപ്പോയതാണിത്. സൂപ്പർ ബാച്ച് സിസ്റ്റം ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതല്ല, അഥവാ ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടി പഠിക്കണത് ആ സൂപ്പർ ബാച്ചിലാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്താണ് ഈ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ? ഈ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു വിൻഡോ ഡ്രസ്സിങ് മോഡൽ സിസ്റ്റം എന്നാണ് ഞാൻ എപ്പോഴും വിളിക്കാറുള്ളത്. നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുമ്പോൾ ആ ടെക്സ്റ്റൈൽസിൽ ഏറ്റവും മികച്ച കുറേ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സുകളായിരിക്കും അതിൻ്റെ പുറത്ത് തൂക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും പുറത്ത് തൂക്കിയിട്ടുണ്ടാവുക. അതെന്തിനാണ്? പുറത്തൂടെ പോകുന്നവരൊന്നും അതിലേക്ക് നോക്കി അത് കണ്ട് അട്രാക്ട് ചെയ്ത് കയറണം. അതിനുവേണ്ടി എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി കുറേ റിസൾട്ടുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുക. കേരളത്തിലെ റിസൾട്ടുകൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാഹചര്യമൊക്കെ പതുക്കെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ആ തരത്തിലുള്ള വലിയ വൃത്തികേട് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നില്ല. എന്നാൽ വൃത്തികേടല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു വൃത്തിയായിട്ടുള്ള മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ 8ാം ക്ലാസ് മുതലൊക്കെ കാലിബറുള്ള കുട്ടികളെ കണ്ടെത്തി റെസിഡൻഷ്യൽ സ്കൂളുകളിലൊക്കെ ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിച്ച് പിന്നീട് +1 +2 ഒക്കെ അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി കൊടുത്ത് അവർക്ക് ഏത് ടൗണിലാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് ആ ടൗണിൽ അവർക്ക് ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്ത് അവരുടെ റിലേറ്റീവ്സിനെ ഫ്ലാറ്റിൽ താമസിപ്പിച്ച് അച്ഛനും അമ്മയും മോനും ഒക്കെ കൂടി ഫ്ലാറ്റിൽ 2 വർഷം ഫ്രീ ആയി നിന്ന്, കാലിബർ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ആ കുട്ടീനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിച്ചെടുത്ത് ആ കുട്ടീൻ്റെ റിസൾട്ട് പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വലുതാക്കി വെച്ച്, കണ്ടോ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്ന സൂപ്പർ ബാച്ച് സിസ്റ്റമാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വൃത്തിയായി നോക്കണം. എന്താണ് അങ്ങനെ ഒരു കുട്ടിയെ റിസൾട്ടാക്കാൻ കഴിവുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് നല്ലതല്ലേ? അതിനെന്തിനാണ് വിമർശിക്കുന്നത്? അല്ലെങ്കിൽ അതെന്താണ് ഒരു പ്രധാന പോരായ്മയായിട്ട് അവതരിപ്പിക്കുന്നത്? അതെന്തിനാണ് ഒന്നാമത്തെ പോയിന്റ് തന്നെ ആക്കി പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം പല കുട്ടികളും ജെയിൻ്റെ ഈ റാങ്ക് കണ്ടോ, ജെയിൽ ചരിത്രത്തിലെ മികച്ച റാങ്ക് കണ്ടോ തുടങ്ങിയ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കണ്ടാണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യുന്നത്. ആ റാങ്ക് കിട്ടിയ കുട്ടി +2 കഴിഞ്ഞ് അതുവരെ ഒന്നും ചിന്തിക്കാതെ നേരെ +2 കഴിഞ്ഞ് നേരെ വന്ന് JEE ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്കൊന്നും അല്ല ജെയിൽ ഏറ്റവും മികച്ച പെർസെൻറ്റേജുകൾ കിട്ടിയിട്ടുള്ളത്. അത് 8ൽ നിന്നും 9ൽ നിന്നും അല്ലെങ്കിൽ 10ന് ശേഷമെങ്കിലും ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങൊക്കെ പഠിച്ച കുട്ടികളുടെ റിസൾട്ടാണ് ഇവർ ഷോക്കേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾ
ചില ആളുകളെങ്കിലും പത്രങ്ങളിലൊക്കെ വരുന്ന ഭയങ്കരമായ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കുന്നു, അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്രയും റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് കണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ തന്നെ മതി, എനിക്ക് നല്ല റാങ്ക് കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്ന കുട്ടികൾ ഈ വർത്തമാന കാലത്ത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ അതിപ്രസരം കാരണം വളരെ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി ഒരു സൂപ്പർ ബാച്ച് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് സൂപ്പർ ബാച്ചിലാണ് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിനെ മറികടക്കാൻ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് എല്ലാ ബാച്ചും സൂപ്പർ ബാച്ചായിട്ട് അനൗൺസ് ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പേരുള്ളൊരു സൂപ്പർ ബാച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയാൽ നല്ലതാണ് എന്നുള്ളൊരു പ്രതീതി ഒരു വർഷം ഉണ്ടായി കഴിയുമ്പോൾ പിറ്റേ വർഷം ആ പേരിലുള്ള കുറേ ബാച്ചുകൾ അങ്ങ് ഉണ്ടാക്കി കളയും. അങ്ങനെ പഠിക്കുന്ന കുട്ടി വിചാരിക്കും ഞാൻ സൂപ്പർ ബാച്ചിലാണ് പഠിക്കുന്നതെന്ന്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ നോർമൽ ബാച്ചിൻ്റെ പേര് പിന്നീട് ആ സൂപ്പർ ബാച്ചിൻ്റെതാക്കി മാറ്റിയിട്ടുണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ സൂപ്പർ ബാച്ചുകൾ അതിൻ്റെ രൂപങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ളൊരു അവയർനെസ് വേണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. രണ്ടാമത്, ബാച്ച് സൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൂപ്പർ ബാച്ചുകൾ ചെറിയ ബാച്ച് സൈസിൽ 10 12 അല്ലെങ്കിൽ മാക്സിമം 30 അല്ലെങ്കിൽ 40 ഒക്കെയുള്ള ബാച്ച് സൈസുകളായിട്ടാണ് സൂപ്പർ ബാച്ചുകൾ നടക്കുക. എന്നാൽ ഈ സൂപ്പർ ബാച്ചുകളിലെ റിസൾട്ടുകൾ ഷോക്കേസ് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികളെ ഒരു ക്ലാസ്സിൽ കുത്തി നിറച്ചിരുത്തും. 100 ആളും 120 ആളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ് റൂമിൽ ഏതോ അങ്ങാടിയിൽ ഒരാൾ പ്രസംഗിക്കുന്ന പോലെ പോഡിയത്തിൽ ടീച്ചർ പ്രസംഗിക്കുന്നത് കണ്ട് പുറകിലിരുന്ന് ഉറങ്ങുന്ന കുട്ടി കൃത്യമായി 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കോച്ചിങ്ങിന് കൊണ്ടുപോയിട്ട് വെറുതെ മുടക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ബാച്ച് സൈസ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഐഡിയൽ ബാച്ച് സൈസ് എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 40 50, ഇനി മാക്സിമം ഒരു സ്കൂളിലെ ക്ലാസ് റൂം ഒക്കെ നോക്കുകയാണെങ്കിൽ 60 ആളിൽ കൂടുതലൊക്കെ ഇരിക്കുന്ന ക്ലാസ് റൂമുകൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേരുന്ന സമയത്ത് അവിടുത്തെ ബാച്ച് സൈസ് എത്രയാണ്, ബാച്ച് സൈസ് വളരെ കൂടുതലാണോ എന്ന് ഉറപ്പിക്കാനും അഡ്മിഷൻ സമയത്ത് പറയുന്ന ബാച്ച് സൈസ് തന്നെയല്ലേ പിന്നീട് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാനുള്ള ഒരു വിവേകം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായിട്ടുള്ളതാണ് സ്റ്റുഡൻറ് റാങ്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് അവർ പഠിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നുണ്ട് എന്നതാണ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ അവർ വെക്കുന്ന 1 2 റാങ്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 റാങ്കുകൾ മാത്രം നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിലയിരുത്തുന്ന രീതി ശരിയല്ല. കേരളത്തിൽ പണ്ട് കോച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ, ഒരു 100 ആളുകളൊക്കെ പഠിക്കുന്ന സ്ഥാപനത്തിൽ അത്യാവശ്യം ഒരു പെർസെൻറ്റേജ് എല്ലാവരും, അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ നേടും, കുറച്ച് ആളുകൾ പിറകിലായി പോവും. അത് സ്വാഭാവികമാണ്. അവർക്ക് വേറെ മേഖലയിൽ നല്ല കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ പിന്നീട് കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷേ 100 ആൾ പഠിക്കുന്നിടത്ത് 1 2 ആളുകൾക്ക് 1000 ആളിൽ വെറും 5 പേർക്ക് 6000 7000 പഠിക്കുന്ന എണ്ണം, അഡ്മിഷൻ സമയത്ത് എണ്ണം പറയുമ്പോൾ 20,000 കുട്ടികൾ പഠിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് റിസൾട്ട് വരുമ്പോൾ പത്രത്തിലെ പേജുകളിൽ കാണുന്ന ആ ഫോട്ടോകൾ നിങ്ങൾ എണ്ണി നോക്കണം. അഡ്വർടൈസ്മെൻറ്റിൽ 2500 3000 കണക്കൊക്കെ കേൾക്കാം. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം വരുന്ന പത്രപരസ്യത്തിൽ ആളുകൾ നിങ്ങൾക്ക് എണ്ണി നോക്കാം. അപ്പം ആ പത്രത്തിൻ്റെ പേജിൽ കൊള്ളാത്തത് കൊണ്ട് മുഴുവൻ കൊടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കളയുന്ന വളരെ ഭീകരമായ നുണകളും ആ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് സ്റ്റുഡൻറ്റ് റാങ്ക് റേഷ്യോ ആണ് നിങ്ങൾ നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 100 കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു മികച്ച ആവറേജ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിന് വൃത്തിയായിട്ട് ഒരു കുട്ടീനെ, മുമ്പേ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടീനെ കണക്ട് ചെയ്യുക, നമ്മുടെ പഞ്ചായത്തിലെങ്കിലും നമ്മുടെ വാർഡിലെങ്കിലും അങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് അന്വേഷിക്കുക, ആ കുട്ടിയോട് ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിച്ച് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുക. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് ലെവൽ ആക്ടിവിറ്റീസിലൂടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും നിലവാരം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റെസ്പോൺസിബിൾ അക്കാദമിക് ഹെഡ്. ആരാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ച് നിങ്ങളോട് അഡ്മിഷൻ സമയത്ത് സംസാരിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരാൾ അഡ്മിഷൻ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട എല്ലാ ഉറപ്പുകളും, ഒരു വർഷത്തെ അക്കാദമിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും, ഏതൊക്കെ കാര്യങ്ങളിൽ ആ കുട്ടിക്ക് കെയർ ലഭിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യും, ആരൊക്കെ ക്ലാസ്സുകൾ എടുക്കും, എല്ലാ കാര്യങ്ങളും മൗത്ത് ടു മൗത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതല്ല അവസ്ഥ. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ഭീകരമായി പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അക്കാദമിക് ഹെഡുമാർ
ഗൈഡുമാർ, അതായത് അതിനെ ആരാണ് നയിക്കുന്നത് എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ കാണുന്ന ആൾക്കാരല്ല അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്യങ്ങൾ പറയുന്നതിന് വേണ്ടി മാത്രം, അവർക്ക് പിന്നീട് സിനിമ, സാഹിത്യ, സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ഒരുപാട് തിരക്കിലാണ് അവർ. അതായത് നമ്മളോട് റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്നത് ആരാണ്? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവർ പിന്നീട് ആ കുട്ടിയുടെ അക്കാദമിക്സിലും കുട്ടിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിലും കുട്ടിക്ക് അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ വളരെ കഠിനമായ 1.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ എഴുതുന്ന 24 ലക്ഷം കുട്ടികൾ ഓൾ ഇന്ത്യ ലെവലിൽ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിൽ ആ കുട്ടി തളർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാൻ, ആ കുട്ടിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനൊക്കെ, ആ കുട്ടിയുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിൽക്കാനൊക്കെ ഈ പരസ്യങ്ങളിലൊക്കെ നിന്ന് ചിരിക്കുന്ന, പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ് നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരസ്യത്തിൽ ക്ഷണിക്കുന്നത്? ആരാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാദമിക് ഹെഡ്? കേരളത്തിൽ ഒരുപാട് നല്ല നിലവാരമുള്ള എഡ്യൂക്കേഷണൽ അവയർനെസ് ഉള്ള എക്സ്പേർട്ടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ മികച്ച സംഘാടകരായിട്ടുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അധ്യാപകർ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഞാൻ എന്തിനെക്കുറിച്ചാണ് വൃത്തിയായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം, വളരെ വാല്യുബിൾ ആയിട്ടുള്ള മെൻറ്ററിങ് സിസ്റ്റം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പുലർത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എപ്പോഴും വിളിക്കുമ്പോൾ പറയും, അല്ലെങ്കിൽ സെയിൽസ് കോൾ വിളിക്കുന്ന ആളുകളൊക്കെ പറയാം മെൻറ്റേഴ്സ് ഉണ്ട്, ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ആ കുട്ടിയുടെ മെൻറ്ററിനായിരിക്കും 500 കുട്ടിയുടെ മെൻറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാനും എക്സാമിൽ വരുന്ന ഡിപ്പുകളും മാർക്കുകളിൽ വരുന്ന കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ കുട്ടീനെ സ്നേഹത്തോടെ ഉപദേശിച്ച് ആ കുട്ടീനെ കൂടെ ചേർന്ന് നിന്ന് ആ കുട്ടിക്ക് വേണ്ട ഒരു കെയർ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന രൂപത്തിലുള്ള മെൻറ്ററിങ് സിസ്റ്റം കേരളത്തിലെ പല സ്ഥാപനങ്ങളും പുലർത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മെൻറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. കുട്ടികൾ വളരെ മാനസികപരമായ പ്രയാസങ്ങളിലൊക്കെ പലപ്പോഴും കടന്നു പോകുന്ന സമയത്ത് അധ്യാപകരെക്കാൾ അവരോട് ചേർന്ന് നിൽക്കുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന മെൻറ്ററും അതുപോലെ തന്നെ ക്ലാസ് മെൻറ്ററൊക്കെ ആയിരിക്കും. അത് വാല്യുബിൾ ആയിട്ടുള്ള, അവർക്ക് ആ ജോലിക്ക് ഉതകുന്ന തരത്തിലുള്ള സാലറി സിസ്റ്റങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത് കൊണ്ട് മാസത്തിൽ 2-3 മെൻറ്റർമാർ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥയിലൊക്കെ നടക്കുന്ന ഒരുപാട്, അതായത് ഇത്രയും ഹൈ വോളിയം കുട്ടികളെ ഒക്യുപ്പൈ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇത് വളരെ വലിയൊരു പ്രയാസമാണ്. ആരാണ് മെൻറ്റർ എന്ന് ഓരോ ആഴ്ചയും ഞാൻ ചോദിക്കേണ്ട അവസ്ഥയാണ് എന്നൊക്കെ എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞിരുന്ന കുട്ടികൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ മെൻറ്ററിങ് സിസ്റ്റം റെഡി അല്ലേ? ഒരു വർഷത്തേക്ക് ആ മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? അഡ്മിഷൻ എടുക്കുമ്പോൾ സംസാരിക്കുന്ന മെൻറ്റർ ഒരാഴ്ച കഴിയുമ്പോൾ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മെൻറ്ററുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൺലൈനിലൊക്കെ അഡ്മിഷൻ കോളിന് മാത്രം വിളിക്കുക, പിന്നെ റിസൾട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിക്കുക, ഒരു അക്കാദമിക് ഇയറിൽ 2 കോൾ മാത്രമൊക്കെ ചെയ്യുന്ന ഓൺലൈൻ സ്ഥാപനങ്ങളാണ്. തുടങ്ങുമ്പോൾ വിളിക്കും, അഡ്മിഷൻ എടുക്കാനും ഫീസ് പറയാനൊക്കെ വിളിക്കും. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ പത്രത്തിൽ കൊടുക്കാമല്ലോ, അത് വെച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമല്ലോ, അതിനുവേണ്ടി 2ാമത്തെ ഒരു കോൾ വിളിക്കുന്ന രൂപത്തിൽ പൂവർ മെൻറ്ററിങ് സിസ്റ്റം, അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു പൂവർ മെൻറ്ററിങ് സിസ്റ്റത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ 6ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദ ഫാക്കൽറ്റീസ്. അതായത് ഏത് ടീച്ചേഴ്സാണ് എൻ്റെ കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത്? 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെയാണ് കേരളത്തിൽ റിപ്പീറ്റിങ്ങിന് ഫീസ് വാങ്ങുന്നത്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ 6-7 ലക്ഷമാണ് 2 വർഷത്തേക്ക് ഫീസ് ആകുക. ആരാണ് ഇവരെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതിന് മുന്നേ അഡ്മിഷൻ സമയത്തെ ഇന്ന ആളുകൾ, ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഈ ടീച്ചേഴ്സിൻ്റെ വിഷയത്തിൽ അധികം അഭിപ്രായം പറയുന്നത് എൻ്റെ കൂടെയുള്ളവരോട് തന്നെ എനിക്ക് ദേഷ്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് ആയിരിക്കണം എപ്പോഴും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നിർബന്ധം പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആളുകൾ പറയും, താനും ഒരു സമയത്ത് എക്സ്പീരിയൻസ് അല്ലായിരുന്നല്ലോ, അങ്ങനെ പഠിച്ച് തന്നെയല്ലേ വരുക എന്നൊക്കെ പറയും. എടുത്ത് പഠിക്കേണ്ടുന്ന സ്റ്റേജുകളുണ്ട്. അതായത് ഇപ്പോൾ സഞ്ജു സാംസന്റെ ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അയാൾ ആദ്യം തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങിയതല്ലോ. അയാൾ വളരെ കൃത്യമായിട്ട് രഞ്ജി ട്രോഫി കളിച്ച്, ആഭ്യന്തര മത്സരങ്ങൾ കളിച്ച്, അതുപോലെ IPL കളിച്ച്, അതിൽ നല്ല പ്രകടനങ്ങൾ നടത്തി അയാൾ അംഗീകരിച്ചു തുടങ്ങിയ ഒരു കാലത്ത് ഇന്ത്യൻ സെലക്ടർമാർ അയാൾ ഇന്ത്യൻ കുപ്പായത്തിലേക്ക് തിരഞ്ഞെടുത്ത്, പിന്നെ ഈ അടുത്ത് ഭയങ്കര മനോഹരമായിട്ടുള്ള നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ ഇന്നിങ്സുകളൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു എൻട്രൻസ് ടീച്ചറും ഇവോൾവ് ചെയ്ത് വരേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നേരിട്ട് ഡിഗ്രിയോ PGയോ ഒക്കെ കഴിഞ്ഞ ആളുകൾ നേരിട്ട് ഇത്തരം ഹൈപ്പെയ്ഡ് കോഴ്സുകളിൽ ലക്ഷക്കണക്കിന് രൂപ പൈസ മുന്നിലിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ, അതിൽ 1-2 ആളുകൾ ശോഭിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ചില ആളുകൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഭൂരിഭാഗം ആളുകളും പെർഫോം ചെയ്യുന്നത് കോണ്ടന്റ് അടിസ്ഥാനത്തിലല്ല, പലപ്പോഴും തമാശകൾ പറഞ്ഞ് പല രൂപത്തിൽ കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലെങ്കിലും മറ്റു തരത്തിൽ കുട്ടികളോട് ഇമോഷണലി കണക്ഷൻ ഉണ്ടാക്കിയൊക്കെ ക്ലാസ്സിൽ പിടിച്ചു നിൽക്കുന്ന അധ്യാപകൻ ആ തരത്തിലുള്ള അധ്യാപകരെ
ഇത്തരം കുറേ അധികം കുട്ടികളെ എടുക്കുമ്പം ഇത്തരത്തിലുള്ള അധ്യാപകരെയും വിന്യസിക്കേണ്ടി വരുന്നു. അപ്പോൾ കുട്ടിക്ക് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടാതെ പോകുന്നു. വൃത്തിയുള്ള കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്ലസ് 1 പ്ലസ് 2 അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴോ കിട്ടിയിട്ടില്ലെങ്കിൽ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പലപ്പോഴും ചില ഡയറക്ടർമാരൊക്കെ അധ്യാപകരുടെ മീറ്റിങ്ങിലടക്കം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ മതി, അവരധികം പഠിപ്പിച്ച് ബുദ്ധിമുട്ടാക്കണ്ട എന്ന് ഫിറ്റ് ചെയ്ത ചിരിയോടെ ഉപദേശിക്കുന്ന ഡയറക്ടർമാരടക്കം കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണോ, പറ്റിക്കപ്പെടുകയാണോ? അവരെ വൃത്തിയായിട്ടുള്ള നല്ല ഫാക്കൽറ്റി എൻട്രൻസ് പില്ലേഴ്സ് ആയിട്ടുള്ള എൻട്രൻസ് മേഖലയിൽ പരിചയസമ്പന്നരായ അധ്യാപകർ തന്നെയല്ലേ മുഴുവനായിട്ട് ക്ലാസ് എടുക്കുന്നത്? ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു രക്ഷിതാവ് തീർച്ചയായും ചോദിച്ചിരിക്കണം. ഏഴാമത്തതാണ് ഡെയിലി സ്റ്റഡി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു 1 ഇയറിലേക്കൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഡെയിലി സ്റ്റഡി സിസ്റ്റം ഫോളോ ചെയ്യുന്ന, അതിന് കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ കൊടുക്കുന്ന 1 ഇയർ അക്കാദമിക് പ്ലാനൊക്കെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കണം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. നാളത്തെ ടൈം ടേബിൾ പറഞ്ഞു തരും, മറ്റന്നാളത്തെ ടൈം ടേബിൾ നാളെ പറഞ്ഞു തരും. ആ രൂപത്തിൽ ടൈം ടേബിൾ കുട്ടികൾക്ക് ബോർഡിൽ എഴുതി ഒട്ടിച്ചു കൊടുക്കുന്ന, ആ രൂപത്തിൽ ഓരോ ദിവസത്തെ പ്ലാനുകൾ തലേ ദിവസം ഇരുന്ന് ഉണ്ടാക്കുന്ന, പിറ്റേ ദിവസത്തേക്ക് ആരാണ് വരികയെന്ന് പോലും ഏതൊക്കെയോ ടീച്ചേഴ്സ് വന്ന് മറിഞ്ഞു പോകുന്ന രൂപത്തിൽ ക്ലാസ്സുകൾ നടക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളും അതുപോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യമായി റെസ്പോൺസിബിൾ ആയിട്ടുള്ള 1 ഇയർ ആയിട്ടുള്ള ഒരു അക്കാദമിക് പ്ലാൻ ഉണ്ടാക്കി ആ അക്കാദമിക് പ്ലാനിലെ ഗോളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മൈന്യൂട്ട് കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന രൂപത്തിലുള്ള സ്റ്റഡി സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ക്ലാസ് റൂം ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ കാലത്ത് കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളും ടീച്ചേഴ്സിൻ്റെ കുട്ടികളായിട്ടുള്ള ബന്ധമൊക്കെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. പഴയ പുരാതന രൂപങ്ങളിൽ നിന്ന് മാറി വളരെ മെച്ചുവറായിട്ട് കുട്ടികളും ടീച്ചേഴ്സിനോട് ഇടപെടുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും ഡിസിപ്ലിൻഡായി നമ്മൾ സമയം ചെലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണ് കോച്ചിങ് കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ കോളേജിലൊക്കെ എത്തിയ പോലെ കുറേ ആഘോഷങ്ങളും അതുപോലെ തന്നെ കുറേ പരിപാടികളും എല്ലാ ഡേകളും സെലിബ്രേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു കോളേജ് വൈബിലൊക്കെ കോച്ചിങ് സിസ്റ്റം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നഷ്ടപ്പെട്ടാൽ അത് മാർക്കിനെ വളരെ സാരമായി ബാധിക്കുന്ന, അത്രയും കോമ്പറ്റേറ്റീവ് ആയ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന കുട്ടികളെ ഒരു കോളേജ് മെൻറ്റാലിറ്റിയിൽ ഒരു ക്ലാസ് റൂം ഡിസിപ്ലിൻ ഇല്ലാതെ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആ ചൂരൽ വടി കാണിച്ച് അവിടെ ഇരിക്കണം, ഇവിടുന്ന് തിരിയരുത്, നേരെ നിൽക്കരുത്, വെള്ളം കുടിക്കരുത്, ആ രൂപത്തിലുള്ള ഡിസിപ്ലിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന വീഡിയോസും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ചില മോട്ടോകളും കണ്ടാൽ തന്നെ, ചില സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്ന വളരെ വലിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പബ്ലിക്കായി നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കൾച്ചർ വളരെ കൂടുതൽ, നോർത്ത് ഇന്ത്യ എന്തോ മോശമാണെന്നല്ല, അവിടെ നല്ല രൂപത്തിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട രീതികളെ അതേ രൂപത്തിൽ കോപ്പി അടിച്ച് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. രക്ഷിതാക്കൾക്ക് അവയർനെസ് വേണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹാബിറ്റ് ട്രാക്കിംഗ്. പലപ്പോഴും ഇത് അധിക സ്ഥലങ്ങളിൽ നടക്കാത്തൊരു കാര്യമാണ്. ഹാബിറ്റ് ട്രാക്കിംഗ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടികൾ അങ്ങനെ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ 1 മാസം പഠിച്ചു കഴിഞ്ഞു, എന്താണ് ആ 1 മാസത്തെ ഒരു ടോട്ടൽ ഹാബിറ്റിൽ നമുക്കുണ്ടായിരുന്ന പ്രശ്നം? ചില ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡിസിപ്ലിൻ ആയിരിക്കില്ല, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ കുട്ടിക്ക് വൃത്തിയായിട്ടുള്ള ടെക്നോളജിയുടെ സഹായത്തോടു കൂടി തന്നെയുള്ള ഹാബിറ്റ് ട്രാക്കിംഗ് ഇപ്പം പോസിബിൾ ആണ്. ഓരോ ദിവസം ആ കുട്ടിയുടെ മാർക്കിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മെൻറ്റർ, ആ കുട്ടിയോട് സംസാരിക്കുന്ന ഒരു കൗൺസിലർ, അങ്ങനെ 1 മാസമോ ഒരാഴ്ചയോ ഒക്കെ പിന്നിടുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരാഴ്ചത്തെയോ 1 മാസത്തെയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആ കുട്ടിക്ക് തന്നെ കൊടുത്ത് ആ കുട്ടിക്ക് തന്നെ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാക്കി കുട്ടീനെ പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആ കുട്ടി സ്വയം പഠിക്കാൻ തയ്യാറാണ്. എനിക്ക് ഇത്രയും വീഴ്ചകൾ വന്നിരുന്നല്ലേ, ഞാനൊന്ന് റെഡിയാക്കി കളയാം എന്ന കുട്ടിക്ക് തോന്നുന്ന രൂപത്തിൽ ആ കുട്ടിയുടെ ഹാബിറ്റിനെ ട്രാക്ക് ചെയ്ത് ആ കുട്ടീനെ ബോധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സിസ്റ്റംസ് അവൈലബിൾ ആയ കാലത്ത് ടെക്നോളജിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് 10ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഓടിച്ചു പറയാണ് ചില കാര്യങ്ങൾ ചെയ്തത്. 10ാമത് ഞാൻ പറയുന്ന കാര്യം, പ്രോപ്പർ റിവിഷൻ സിസ്റ്റം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ക്വാളിറ്റികളെ, ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ ക്വാളിറ്റികളൊന്നും ഇല്ലാത്ത ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രോപ്പറായ റിവിഷൻ സിസ്റ്റം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് എല്ലാ നല്ല കാര്യങ്ങളും കൂടുതൽ ഒരുമിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് നിങ്ങൾ കുട്ടികളെ ചേർക്കേണ്ടത്. ഈ റിവിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത്, പലപ്പോഴും ഡിസംബർ മാസത്തിലൊക്കെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കയറൂരി വിടുന്ന രൂപത്തിൽ കുട്ടികൾ ആ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലിൽ ആകെ പ്രയാസപ്പെട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ദിശയില്ലാതെ അലയുന്ന
രൂപത്തിൽ അവർക്ക് നീറ്റൊന്നും ക്രാക്ക് ചെയ്യാൻ ആവാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വൃത്തിയായിട്ട് കുട്ടികളെ ഇരുത്തി നീറ്റിൻ്റെ ഡേയുടെ തലേ ദിവസം വരെയുള്ള പ്ലാനുകൾ കുട്ടിക്ക് പ്രോപ്പറായി പറഞ്ഞു കൊടുത്ത് അത് നമ്മൾ തന്നെ എഴുതി കുട്ടിക്ക് ടൈം ടേബിൾ കൊടുക്കണം എന്നുള്ളതിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് ആ കുട്ടീനെ നീറ്റിൻ്റെ തലേ ദിവസം വരെ സ്വന്തം കുട്ടിയാണെന്ന തരത്തിൽ പിന്നെ ഗൈഡ് ചെയ്യുന്ന, എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് തള്ളി പറഞ്ഞ് കുട്ടീനെ പറഞ്ഞേക്കാൻ ശ്രമിക്കുന്ന, അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കുട്ടികൾ പിന്നെ എന്തെങ്കിലും ആയിക്കോളും ചാസെടുത്ത് തീർത്തല്ലോ എന്ന രൂപത്തിൽ കുട്ടികളോട് പെരുമാറുന്ന ഭയങ്കര പിന്നെ പേരുകേട്ട സെൻ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര മോശമാണ്. ആ കുട്ടി നമ്മൾ വിശ്വസിച്ച് വന്നതാണ്. തലേ ദിവസം വരെ വൃത്തിയായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അപ്പം പ്രോപ്പർ റിവിഷൻ സിസ്റ്റമാണ് ഇതിലെ 10ാമത്തെ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞ 10 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടാവണം നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഉൾക്കൊണ്ട നിങ്ങൾക്കുള്ള വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു.